വാർത്തകൾ വിശദമായി. ലൈംഗിക പീഡന പരാതിയിൽ പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുത്തു. തിരുവനന്തപുരം വലിയമല സ്റ്റേഷനിലാണ് FIR രജിസ്റ്റർ ചെയ്തത്. ബലാത്സംഗം, നിർബന്ധിത ഗർഭഛിദ്രം, വീട്ടിൽ അതിക്രമിച്ചു കയറൽ എന്നീ കുറ്റങ്ങൾ ചുമത്തി. രാഹുലിനായി ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കും. കൂടുതൽ വിവരങ്ങളുമായി ഫൈസൽ അസീസ് ചേരുന്നു. ഫൈസൽ, ലൈംഗിക പീഡന പരാതിയിലാണ് പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുത്തിരിക്കുന്നത്. ബലാത്സംഗവും നിർബന്ധിത ഗർഭചിത്രം തുടങ്ങിയ കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്. രാഹുലിനായി ലുക്കൌട്ട് നോട്ടീസും പുറത്തിറക്കും. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? അരുണിമ, ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പോൾ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുന്നതാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം എന്ന് പറയുന്നത്. ഏതായാലും കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ ഇന്നലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി ഉയർന്നത്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ ലൈംഗിക ആരോപണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നലെയാണ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത്. അതിൽ തിരുവനന്തപുരത്താണ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിയമ പോലീസിന് കൈമാറുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നൊക്കെ രീതിയിലുള്ള ഒരു ആരോപണമാണ് ഒരു അതിജീവിത അല്ലെങ്കിൽ ഒരു യുവതി ഉയർത്തിയിരുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ് അവർ മുഖ്യമന്ത്രിക്ക് തെളിവുൾപ്പെടെയാണ് കൈമാറിയിരിക്കുന്നത്. ഏതായാലും ഈ കേസിലാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ പാലക്കാടില്ല, അതുപോലെ പത്തനംതിട്ടയിലും ഇല്ല എന്നാണ് ലഭിക്കുന്ന വിവരം. ഏതായാലും പാലക്കാടും പത്തനംതിട്ടയിലും അദ്ദേഹത്തിൻ്റെ വസതിക്ക് മുന്നിൽ വലിയ രീതിയിലുള്ള പോലീസ് സുരക്ഷ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 2 ലെയറൊക്കെ ബാരിക്കേഡുകൾ വെച്ച് കെട്ടിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിന് സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുന്നത്. പ്രതിഷേധം കണക്കിലെടുത്താണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വീട്ടിന് മുന്നിൽ ഉൾപ്പെടെ ഇപ്പോൾ പോലീസ് സുരക്ഷ ഒരുക്കിയിരിക്കുന്നത്. മാത്രമല്ല ഈ DYFIയുടെയും അതുപോലെ BJPയുടെയും ഒക്കെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം നടത്തുന്നുണ്ട്. കണ്ണൂർ ഉൾപ്പെടെയുള്ള ജില്ലകളിൽ ശക്തമായ പ്രതിഷേധമാണ് DYFIയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കോലം കത്തിച്ചായിരുന്നു പ്രതിഷേധം ഉണ്ടായിരുന്നത്. ഏതായാലും ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെ കൂടുതൽ പ്രതിരോധത്തിലാവുന്ന സാഹചര്യത്തിലേക്കാണ് നീങ്ങിയിരിക്കുന്നത്. ഈ അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് ഉടൻ ഉണ്ടാകും, അല്ലെങ്കിൽ അദ്ദേഹത്തെ ഉടൻ കസ്റ്റഡിയിലെടുക്കുമെന്നാണ് ലഭിക്കുന്നത്. അതിൻ്റെ ഭാഗമായി കൊണ്ട് തന്നെയാണ് അദ്ദേഹം വിദേശത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളൊരു വിവരം കൂടി പുറത്തു വരുന്നതിൻ്റെ ഒരു ഭാഗമായി കൊണ്ട് തന്നെയാണ് പോലീസ് ഇത്തരത്തിൽ വലിയൊരു ലുക്കൌട്ട് നോട്ടീസ് ഇറക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരുന്നത്. ഏതായാലും ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിരോധത്തിനാക്കിയിരിക്കുകയാണ് പാർട്ടി ഉൾപ്പെടെയുള്ളവർ. KC വേണുഗോപാൽ നേരത്തെ ഡൽഹിയിൽ മാധ്യമങ്ങളെ കാണുകയും ചെയ്തിരുന്നു. അദ്ദേഹം പറഞ്ഞത്, അതായത് KC വേണുഗോപാൽ സൂചിപ്പിച്ചത് നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ എന്ന് തന്നെയാണ്. ഏത് തരം നിയമത്തെയും അല്ലെങ്കിൽ എന്ത് നടപടി എടുത്താലും അതിനെ പൂർണ്ണമായും കോൺഗ്രസ് സ്വാഗതം ചെയ്യുന്നുണ്ട്. മാത്രമല്ല അദ്ദേഹത്തിനെതിരെ നടപടി എടുത്തതാണ് പാർട്ടിയിലെ കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ നടപടി തന്നെയാണ് സസ്പെൻഷൻ എന്നാണ് അദ്ദേഹം KC വേണുഗോപാൽ നേരത്തെ മാധ്യമങ്ങളോട് പറഞ്ഞത്. ഇതിനെ പ്രതിരോധിക്കുന്നത്, അതായത് കോൺഗ്രസ് ഇതിനെ പ്രതിരോധിക്കുന്ന ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ടുള്ള കേസുകൾ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെയാണ്. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടിയാണ് രാഹുലിൻ്റെ ഈ ഒരു ലൈംഗിക ആരോപണ പരാതി എന്ന് പറയുന്നത്. നേരത്തെ തന്നെ പരാതി ഉന്നയിച്ചിട്ടുണ്ടായിരുന്നില്ല, വെറും ആരോപണം മാത്രമല്ല, അല്ലെങ്കിൽ ശബ്ദ സന്ദേശം മാത്രമാണ് പുറത്തു വന്നത്. ആ സമയത്ത് പരാതി ഉണ്ടെങ്കിൽ കൊടുക്കട്ടെ എന്നൊക്കെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വെല്ലുവിളിക്കുന്ന രീതിയിലുള്ളൊരു സംഭാഷണം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്ത് നിന്നുള്ള ഒരു പ്രതികരണം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ആ യുവതി, അതായത് പീഡനം നേരിട്ടു എന്ന് പറയുന്ന യുവതി പരാതി നൽകിയത്. വലിയൊരു വകുപ്പുകൾ ചേർത്താണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുത്തിരിക്കുന്നത്. ജീവപര്യന്തം ഉൾപ്പെടെ തടവ് ശിക്ഷ ലഭിക്കാനുള്ള ഒരു വകുപ്പാണ്, അല്ലെങ്കിൽ അത്രയും വകുപ്പാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചുമത്തിയിരിക്കുന്നത്. ഭവനഭേദനം ഉൾപ്പെടെയുള്ള വകുപ്പുകളുണ്ട്. ഏതായാലും ഈ കേസിൽ അദ്ദേഹത്തിന് ഈ ഗർഭചിത്രം നടത്താനുള്ള ഒരു ഗുളിക എത്തിച്ചു നൽകിയ ഡോക്ടർ ഉൾപ്പെടെ, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സുഹൃത്ത് എന്ന് കരുതപ്പെടുന്ന ഡോക്ടർ ഉൾപ്പെടെ ഇപ്പോൾ പോലീസ് പോലീസ് പ്രതിപട്ടികയിൽ ചേർത്തിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. FIR ചേർത്തിട്ടുണ്ട്. മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ PA ഉൾപ്പെടെയുള്ളവരുടെ ഫോൺ ഇപ്പോഴും സ്വിച്ച് ഓഫ് തന്നെയാണെന്നാണ് ലഭിക്കുന്ന വിവരം. രാഹുൽ മാങ്കൂട്ടത്തിന് ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല. ഏതായാലും ഈ കോൺഗ്രസ് ഇതിനെ പ്രതിരോധിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അതായത് കോൺഗ്രസിൻ്റെ തിരിച്ചടിയായി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ കേസ് വന്നപ്പോൾ കോൺഗ്രസ് പ്രതിരോധിക്കുന്നത് ശബരിമല സ്വർണ്ണ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ്. ഇത്രയും മുൻ MLA ഉൾപ്പെടെ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടും എന്തുകൊണ്ട് സർക്കാർ നടപടി എടുക്കുന്നില്ല എന്നൊക്കെ രീതിയിലുള്ള CPM നടപടി എടുക്കുന്നത് എന്നൊക്കെ രീതിയിലുള്ള പ്രതിരോധങ്ങളാണ് കോൺഗ്രസ് തീർക്കുന്നത്. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും ഒളിവിൽ തന്നെ തുടരുകയാണ്. അരുണിമ. ശരി, വ്യക്തമാണ്. ലൈംഗിക പീഡന പരാതിയിൽ പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുത്തിരിക്കുന്നു. രാഹുലിനായി ലുക്കൌട്ട് നോട്ടീസും പുറത്തിറക്കുമെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. കൂടുതൽ വിവരങ്ങൾ നൽകിയത് ഫൈസൽ അസീസാണ്.